ശ്രീ സദാനന്ദൻ എം.പിയുടെ കാൽ വെട്ടിയ കേസിലെ പ്രതികൾക്ക് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ യാത്രയയപ്പ്. മട്ടന്നൂർ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. യാത്രയയപ്പിൽ കെ ശൈലജയും പങ്കെടുത്തു. യാത്രയയപ്പിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശരി, ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ഇതിന് മുൻപും പലവിധ സംഭവങ്ങളിൽ ഈ കൊലപാതക കേസിലൊക്കെ പ്രതിയായ, രാഷ്ട്രീയ കൊലപാതകം, മറ്റു കൊലപാതകങ്ങളൊക്കെ കേസിലൊക്കെ പ്രതിയായിരുന്നവരെ വലിയ ആവേശത്തോടെ ആഘോഷത്തോടെ ജയിലിലേക്ക് അയക്കുന്നതും തിരിച്ചിറങ്ങി വരുമ്പോൾ വലിയ ആഘോഷത്തോടെ സ്വീകരിക്കുന്നതും ഒക്കെ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് പുതുമയുള്ള കാഴ്ചയായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു MP സ്ഥാനത്തേക്ക് എത്തിയ ഒരാളുടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടിൽ കാരണക്കാരായവരെയും യാത്രയപ്പോടുകൂടി ജയിലിലേക്ക് അയക്കുന്നു. നല്ല മാതൃകകളല്ലേ? ദിവിഷ്, 1994 ഈ സംഭവം ഉണ്ടായത്. RSS നേതാവായ സദാനന്ദൻ, അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ MP ആണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയ സംഭവം. ആ സംഭവത്തിൽ വിചാരണ കോടതി 8 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പിന്നീട് അപ്പീൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തവർ പുറത്തായിരുന്നു. ഏറ്റവും ഒടുവിൽ 30 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ സുപ്രീം കോടതി അവരുടെ ഈ അപ്പീൽ ഹർജി തള്ളി അവർക്ക് വിചാരണ കോടതിയുടെ തടവ് ശിക്ഷ ശരിവെച്ചത്. തുടർന്നാണ് ഇപ്പോൾ ഇന്ന് അവർ തലശ്ശേരി കോടതിയിൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങാൻ എത്തുന്നതിന് മുമ്പായി നടത്തിയ യാത്രയപ്പാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മട്ടന്നൂരിലെ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ സ്വീകരണം, യാത്രയപ്പ് പരിപാടി നടന്നത്. പാർട്ടി പ്രവർത്തകരുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പമാണ് കെ ശൈലജയും, മുൻ മന്ത്രി കൂടിയായ കെ ശൈലജ MLA-യും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ആളുകൾക്ക് ജയിലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ യാത്രയപ്പ് നൽകുന്നു, അതിൽ മന്ത്രി പങ്കെടുക്കുന്നു, ജനപ്രതിനിധി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായത്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ നേരത്തെയും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സംഭവം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. മട്ടന്നൂർ അവരുടെ നിയമസഭാ മണ്ഡലം കൂടിയാണ് കെ ശൈലജയുടെ. അങ്ങനെയാണ് ഈ സംഭവം. അതിനെ തുടർന്ന് ഇവർ കോടതിയിൽ ഹാജരായി പ്രതികൾ ഇപ്പോൾ കണ്ണൂർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ യാത്രയപ്പ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ദിവിഷ്, എന്തായാലും ഇതൊക്കെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ഇതിലൊക്കെ പങ്കെടുക്കുന്ന മുൻമന്ത്രിയും അല്ലെങ്കിൽ എല്ലാവരും വളരെ ആദരവോടുകൂടി കാണുന്ന കെ ശൈലജയെ പോലുള്ളവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇതൊക്കെയാണോ മാതൃകയായിട്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണിച്ചു തരേണ്ടതെന്ന് കഷ്ടമാണ്. അവർ ചിന്തിക്കട്ടെ.